ശ്രീതുവും ലൈവിലിരുന്ന് സംസാരിക്കുന്നുണ്ട്. ശ്രീതു ഭയങ്കര മൂഡ് ഓഫ് ഒക്കെ ആയിരുന്നു. കോംബോ നാടകം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീതുവിനെ നോമിനേറ്റ് ചെയ്ത കാരണം കൊണ്ട് തന്നെ ശ്രീതു ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് വിഷമിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ അർജുൻ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ടിക്കറ്റ് ഫിനാലെ നന്നായിട്ട് കളിക്കണം, മാക്സിമം എഫേർട്ട് എടുത്ത് കളിക്കണമെന്ന് ശ്രീതുവിന്റെ അടുത്ത് പറയുന്നുണ്ട്. മാക്സിമം എഫേർട്ട് എടുത്ത് നന്നായിട്ട് ഗെയിം കളിച്ചിട്ട് കയറാനായിട്ട് നീ നോക്കണം. ലക്ക് ഫാക്ടർ മാത്രമല്ല, മാക്സിമം എഫേർട്ട് ഇടണം എന്ന് അർജുൻ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കോംബോ കളിക്കേണ്ട ആവശ്യകത എനിക്കില്ല എന്ന് അർജുൻ പറയുന്നത്. എനിക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തുടക്കം മുതലേ നീയുമായിട്ട് അല്ലെങ്കിൽ അടുക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒരു കോംബോ സൃഷ്ടിക്കാനായിട്ട് നോക്കാമായിരുന്നു. പക്ഷെ നീയുമായിട്ട് എപ്പോഴാണ് ഫ്രണ്ട്സ് ആയത്, നമ്മൾ എപ്പോഴാണ് സംസാരിച്ചു തുടങ്ങിയത്, എങ്ങനെയാണ് ഇത്രയും ഫ്രണ്ട്സ് ആയതെന്ന് എനിക്ക് ഒട്ടും അറിയാത്ത കാര്യമാണ്. ഇവിടെ ഒരു കോംബോ കളിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് വോട്ട് നേടണമെന്നോ ഇവിടെ പിടിച്ചു നിൽക്കണമെന്നോ ഞാൻ ഇന്നേ വരെ വിചാരിച്ചിട്ടില്ല. പിന്നെ പറയുന്നവർ പറയട്ടെ, അത് മൈൻഡ് ആക്കണ്ട. അത് ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗെയിം ഡൗൺ ആയിപ്പോവും. എന്തായാലും ഇപ്പൊ ഗെയിമിലേക്ക് ശ്രദ്ധിക്കേ. ഇനിയിപ്പോ ടിക്കറ്റ് ഫിനാലെ മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ കൂടുതലൊന്നും നോക്കേണ്ട ആവശ്യകതയില്ല. പലരും പലതും പറയും, അതൊന്നും നോക്കിയിട്ട് നമുക്ക് കാര്യമില്ല എന്നൊരു കാര്യം അവിടെ ശ്രീതുവിന്റെ അടുത്ത് പറയുന്നുണ്ട്. ശ്രീതു ഇപ്പോൾ ഓക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ശ്രീതു പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ വിട്ടു, കുഴപ്പമൊന്നുമില്ല. എന്തുകൊണ്ട് നന്ദനത് പറഞ്ഞു എന്നുള്ളൊരു തോന്നൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല എന്ന് അവിടെ ശ്രീതുവും പറയുന്നുണ്ട്. പക്ഷേ ശ്രീതു ആകെ കൺഫ്യൂഷനിലാണ്. ഈ കോംബോ കൊണ്ട് തനിക്ക് വോട്ട് നഷ്ടപ്പെടുമോ, താൻ ഔട്ടാവുമോ എന്നൊക്കെ ഒരു ചിന്ത ശ്രീതുവിന്റെ മനസ്സിലേക്ക് ഒരു സംശയമായിട്ട് അവിടെ അഭിഷേക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. അതൊരു ചിന്ത അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അത് ശ്രീതു പറയുന്നുണ്ട് അവിടെ അർജുന്റെ അടുത്ത്. ഈ കോംബോ കൊണ്ട് എങ്ങനെയാണ് വോട്ട് സ്പ്ലിറ്റിംഗ് വരുന്നത് എന്നുള്ളത് എനിക്ക് ഇന്നാണ് മനസ്സിലായത്, ഇന്നാണ് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയത് എന്ന് അവിടെ പറയുന്നുണ്ട് അർജുന്റെ അടുത്ത്. പക്ഷെ അർജുൻ പറയുന്നുണ്ട്, ഈ ആഴ്ച എന്തായാലും നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുറത്തു പോകാനുള്ള ചാൻസ് ഞാൻ നോക്കിയിട്ട് നന്ദനയ്ക്കാണ് കാണുന്നത് എന്നൊരു കാര്യവും അവിടെ അർജുൻ പറയുന്നുണ്ട്. അവർ ഒരുപാട് നേരം ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. പല കാര്യങ്ങളും ഗെയിമിനെ കുറിച്ച് ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ലൈവില്.